ഇനി നമ്മൾ പി ജി പിയുടെ ലാസ്റ്റ് ടോപ്പിക്ക് നോക്കാൻ പോവാണ് പി ജി പി കീ മാനേജ്മെന്റ്. അപ്പോൾ അതിന് മുന്നേ പി ജി പിനെ പറ്റി പി ജി പിയുടെ ഹിസ്റ്ററിനെ പറ്റി ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരുവാണ്. പി ജി പി എന്ന് പറയുന്നത് ഫിൽ സിമർമാൻ ആണ് ഈ ഒരു പി ജി പിയുടെ ഐഡിയയുടെ പിന്നിലുള്ളത്. സോ ഇനീഷ്യലി വാട്ട് ഹി ഡിഡ് വാസ് ബെസ്റ്റ് അവൈലബിൾ ക്രിപ്റ്റോഗ്രഫിക് ആൽഗോറിതംസിനെ എല്ലാം കൂടെ സെലക്ട് ചെയ്തു. അതിനെ ആണ് പി ജി പിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ ആൽഗോറിതംസിനെ എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുവാണ് ഇൻ ടു ആൻ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ ഡിപ്പെൻഡ് upon the OS or the processors. അപ്പം അങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആപ്ലിക്കേഷനെ പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ അതിൻ്റെ പാക്കേജസും ഡോക്യുമെൻറ്റേഷൻ എല്ലാം പുള്ളിക്കാരൻ ചെയ്തു, വിച്ച് ഇസ് മെയ്ഡ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്. അത് കഴിഞ്ഞിട്ട് ഹി മെയ്ഡ് എൻ അഗ്രിമെന്റ് വിത്ത് എ കമ്പനി വിയാക്രിപ്റ്റ്. ഇപ്പോൾ വിയാക്രിപ്റ്റിൻ്റെ കയ്യിലാണ് ഒരു ലോ കോസ്റ്റ് ഫോം ഓഫ് പി ജി പി അവൈലബിൾ ആക്കി കൊടുത്തേക്കുന്നത്. സോ ദിസ് ഇസ് എ സ്മോൾ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വാട്ട് പി ജി പി ഈസ്, അല്ലെങ്കിൽ പി ജി പിയുടെ എവല്യൂഷനെ പറ്റിയാണ് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ തന്നേക്കുന്നത്. സോ ഹെൻസ് ഫൈനലി പി ജി പി എന്ന് പറയുന്നത് ഭയങ്കര ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ റൺ ഓൺ വേരിയസ് പ്ലാറ്റ്ഫോംസ്. അത് സെക്യൂർ ആണ്. ഇറ്റ്സ് എക്സ്ട്രീംലി സെക്യൂർ ബിക്കോസ് ഓഫ് ദി ആൽഗോറിതംസ് യൂസ്ഡ്. അതിന് കുറേ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. നമുക്ക് കോർപ്പറേറ്റ് വേൾഡിലാണെങ്കിലും പി ജി പിനെ അപ്ലൈ ചെയ്യാൻ പല ഏരിയാസ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ പ്രസന്റ് ആയിട്ട് അതൊരു ഇന്റർനെറ്റ് സ്റ്റാൻഡേർഡ് ട്രാക്ക് ബൈ ദി നെയിം RFC 3156 ആയിട്ടാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇനി അടുത്തത് പി ജി പിയുടെ കീ മാനേജ്മെന്റ് ആണ്. പി ജി പിയുടെ പബ്ലിക് കീ മാനേജ്മെന്റ് ആണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ഏരിയയിൽ പറയാൻ പോകുന്നത്. പക്ഷേ പി ജി പിയിൽ ഭയങ്കര എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ആൽഗോറിതംസ് ആണ്. പക്ഷെ ഇവിടെ പബ്ലിക് കീ മാനേജ്മെന്റിനായിട്ടൊരു സെപ്പറേറ്റ് ഇതായിട്ടില്ല. അപ്പം നമുക്കറിയാം ഇതിനകത്ത് പി ജി പിക്കകത്ത് നമുക്കൊരു കീ റിംഗ് ആണുള്ളത്. അപ്പം നമുക്കൊരു കോൺവെർസേഷൻ ഇമാജിൻ ചെയ്യാം ഫ്രം എ ടു ബിക്കകത്ത് ഒരു പബ്ലിക് കീ റിംഗ് ജനറേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് വെച്ചാൽ ബിക്ക് കൊടുക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ബിയുടെ പബ്ലിക് കീ സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഒരു പബ്ലിക് കീ റിംഗിൽ ഒരു എൻട്രി ഉണ്ടാക്കിയേക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഇതിലിപ്പം നമുക്ക് ഒരു ചാൻസ് പറയാം. ബൈ ചാൻസ് സി എന്ന് പറയുന്ന വേറൊരു എക്സ്റ്റേണൽ യൂസറിന് ഈ ഒരു കീ ഉണ്ടെങ്കിൽ സിക്ക് രണ്ട് ത്രെഡ്സ് ഈ ഒരു ഒറ്റ ഇഷ്യൂ കാരണം, അതായത് സിയുടെ കയ്യിൽ ബിയുടെ പബ്ലിക് കീ ഉണ്ടെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ ഒരു പബ്ലിക് കീ റിങ്ങിലെ കീയിലോട്ട് ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിലോ രണ്ട് ത്രെഡ്സ് ആണ് വരാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള കോൺവെർസേഷൻ റീഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം വെച്ചാൽ സിയുടെ കയ്യിൽ ബിയുടെ കീ ഉണ്ട്. അപ്പം ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എൻക്രിപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ സിയെ കൊണ്ട് പറ്റും. രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ആണ് എന്ന വ്യാജേന സിക്ക് എ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് ത്രെഡ്സ് ആണുള്ളത്. ഈ രണ്ട് ത്രെഡ്സിനെ സോൾവ് ചെയ്യാനായിട്ട് പി ജി പി കുറച്ച് ഓപ്ഷൻസ് തരുന്നുണ്ടെന്നുണ്ടെങ്കിലും ലൈക്ക് അതൊരു പ്രോപ്പർ ഒരു സ്റ്റാൻഡേർഡ് മെത്തഡോളജി ആയിട്ടല്ല. ദിവസം എന്ന് പറഞ്ഞൊരു ചില വേസ് അല്ലെങ്കിൽ ചില മെത്തേഡ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കുറച്ച് മെത്തേഡ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കലി കീ ബിയിൽ നിന്ന് കിട്ടാനായിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. അതായത് ഇൻസ്റ്റെഡ് ഓഫ് സെർച്ചിങ് ഫോർ ദ കീ ഇൻ ദി പബ്ലിക് കീ റിംഗ്, ബിയുടെ അടുത്ത് ഫിസിക്കലായിട്ട് ചോദിക്കാം. അത് എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിയുടെ ഫ്ലോപ്പി ഡിസ്കിൽ സ്റ്റോർ ചെയ്തിട്ട് ഫിസിക്കലി അത് റിട്രീവ് ചെയ്യാം എയ്ക്ക്. അതാണ് ഒരു വഴി എന്ന് പറയുന്നത്. രണ്ടാമത്തെ വഴി വെരിഫിക്കേഷൻ ഓഫ് കീ. അപ്പൊ ഈ വെരിഫിക്കേഷൻ ഓഫ് കീ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പം എയ്ക്ക് ബിനെ ഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബിയുടെ അടുത്ത് ചോദിക്കാം എന്താണ് ബിയുടെ കീ, അല്ലെങ്കിൽ ബിയുടെ ഒരു റാഡിക്സ് 64 ഫോർമാറ്റിൽ നമുക്ക് ബിയുടെ അടുത്ത് കീ പറഞ്ഞു കൊടുക്കാൻ പറയാം എയുടെ അടുത്ത്. അത് ഒരു വഴി. ടെലിഫോൺ വെച്ചിട്ട് നോക്കാം, അല്ലെങ്കിൽ ഇമെയിൽ വെച്ച് നോക്കാം. ഇമെയിൽ വെച്ച് വരുമ്പോഴത്തേനും ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞൊരു ടേം ആണ് ഇവിടെ വരുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബിയുടെ ഒരു കീ ഉണ്ടല്ലോ. ഇപ്പൊ ബിയുടെ ഒരു കീ ഇപ്പം ഒരു കീ K1 എന്ന് വിചാരിക്കുക. അപ്പൊ ഈ കീനെ ഈ കീയുടെ ഓൾറെഡി ഇപ്പം പബ്ലിക് കീ റിംഗിൽ ഓൾറെഡി ഈ കീ K1 എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ടാവും. അപ്പൊ ഇത് സി ഇന്റർപ്രിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിക്ക് എന്താണ് പറയുന്നത്, സി ഇതിൽ ഹാമ്പർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കീയുടെ 160 ബിറ്റ് SHA1 ഡൈജസ്റ്റ് എടുക്കും. അത് എന്നിട്ട് ഹെക്സാഡെസിമലിൽ റെപ്രസെന്റ് ചെയ്തിട്ട് ബിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. സോ ബേസിക്കലി രണ്ടുപേരുടെയും കയ്യിലുള്ള കീസ് സെയിം ആണെന്നുണ്ടെങ്കിൽ ദി കീ ഈസ് വെരിഫൈഡ്. അപ്പൊ അതിൻ്റെ അടുത്ത് വേറൊരാളുടെ ആക്സസ് ചെയ്തിട്ടില്ല എന്നുള്ളത്, ഹാമ്പർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റഡ് ഇൻഡിവിജ്വലിൽ നിന്നും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സർട്ടിഫൈങ് അതോറിറ്റി, അല്ലെങ്കിൽ ഒരു സൈൻഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കീയുടെ ഒത്തന്റിസിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അത് വേറൊരാൾ അല്ലെങ്കിൽ സി പോലൊരു യൂസർ റിട്രീവ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഹാമ്പർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് വരുത്താനായിട്ട് പറ്റും. അതാണ് PGP കീ മാനേജ്മെന്റിന്റെ ഒരു ജനറൽ ഓവർ.